കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്ന PSC പരീക്ഷാ ക്രമക്കേട് കേസിൽ അന്വേഷണം കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ കേസിന്റെ പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ന് വീണ്ടും PSC ആസ്ഥാനത്ത് പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം അഥവാ PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ PSC ആസ്ഥാനത്ത് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT സംഘമാണ് പരിശോധന നടത്തിയത്. ഇത് സാധാരണ പരിശോധനയല്ല. പരീക്ഷാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, ഡാറ്റ, സോഫ്റ്റ്വെയറുകൾ എന്നിവയാണ് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചത്. ഈ പരിശോധനയിൽ SITയെ സഹായിക്കാൻ IT വിദഗ്ധരുടെ സംഘവും ഒപ്പമുണ്ടായിരുന്നു. പരീക്ഷാ വിവാദങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും, ചോദ്യപേപ്പറുകളുടെയോ മാർക്ക് വിവരങ്ങളുടെയോ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഡിജിറ്റൽ രേഖകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമാകുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇത് ആദ്യ പരിശോധനയായിരുന്നില്ല എന്നതാണ്. ഇതിനു മുൻപ് 3 തവണ SIT സംഘം PSC ആസ്ഥാനത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്ന് നടന്നത് 4ാമത്തെ പരിശോധനയാണ്. കഴിഞ്ഞ മാസം 16-ാം തീയതിയായിരുന്നു ഏറ്റവും ഒടുവിൽ പരിശോധന നടന്നത്. അന്ന് പരീക്ഷാ കൺട്രോളറുടെ ഓഫീസിലായിരുന്നു പരിശോധന കേന്ദ്രീകരിച്ചിരുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളും ഫയലുകളും അന്ന് വിശദമായി പരിശോധിച്ചിരുന്നു. അതിനു മുൻപ് നിരവധി ഉദ്യോഗാർത്ഥികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെയും മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് വീണ്ടും വിശദമായ പരിശോധന നടത്തിയത്. ഈ മാസം 25-നകം പ്രാഥമിക റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കാനാണ് SITയുടെ ലക്ഷ്യം. ഇപ്പോൾ ശേഖരിക്കുന്ന തെളിവുകളും ഡിജിറ്റൽ പരിശോധനയുടെ ഫയലും ഈ റിപ്പോർട്ടിൽ നിർണായകമായി മാറും. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അന്വേഷണം കൂടുതൽ വിപുലമാക്കാനും പുതിയ നടപടികൾ സ്വീകരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇതിനിടെ മറ്റൊരു പ്രധാന റിപ്പോർട്ടും ഇന്ന് സർക്കാരിന് കൈമാറി. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടുകൾ അന്വേഷിച്ച ആഭ്യന്തര വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടും SIT അന്വേഷണവും ചേർന്ന് കേസിന്റെ തുടർ നടപടികൾ വലിയ സ്വാധീനം ചെലുത്തുമോ എന്നാണ് വിലയിരുത്തൽ. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലും KS പരീക്ഷയിലും ക്രമക്കേടുകൾ നടന്നതായി ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് വിവാദം ആരംഭിച്ചത്. ഇത് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിനും ചർച്ചകൾക്കും ഇടയാക്കി. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. SP സക്കറിയ മാത്യുവും DYSP അജയ് നാഗും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അന്വേഷണം സുതാര്യമായും സമയബന്ധിതമായും പൂർത്തിയാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. PSC പരീക്ഷകൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഓരോ അന്വേഷണ നടപടിയും ഉദ്യോഗാർത്ഥികൾ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. SIT നടത്തുന്ന പുതിയ പരിശോധനയിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്തലുകളാണ് പുറത്തു വരുന്നത്, പ്രാഥമിക റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുക, തുടർ നടപടികൾ എന്തായിരിക്കും എന്നീ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്.